മുകേഷിനെ പോലെ ഒരു MLA ചാർജ് ഷീറ്റ് കൊടുത്തിട്ട് പോലും MLA സ്ഥാനം രാജിവെക്കാതിരിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വന്നപ്പോൾ മാത്രം ഇത് അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. ചേച്ചി കറക്റ്റ് കാര്യങ്ങളും കണക്കുകളും കയ്യിലില്ലാതെ വന്ന് പത്രസമ്മേളനം ഒന്നും നടത്തത്തില്ല. റിക്ടർ സ്കെയിലിൽ തീവ്രത അളക്കുന്ന ആ ഒരു തിരക്കിലായിരുന്നു കേട്ടോ. എല്ലാ പെണ്ണുങ്ങൾക്കും ഒരു നല്ല ജീവിതം കിട്ടുന്ന പൊൻപുലരിക്ക് വേണ്ടിയാണ് ഈ ഞാൻ പ്രവർത്തിക്കുന്നത് തന്നെ. ചന്ദ്രിക ചേച്ചി, ഞങ്ങൾക്ക് തീവ്രത അളക്കുന്ന മെഷീനില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തമായ കോടതി മുറികളില്ല. ഞങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിലും ഇന്ത്യൻ ഭരണഘടനയിലും വിശ്വസിക്കുന്നവരാണ്. ഇതിൽ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഞങ്ങൾ കൃത്യമായി നടപടി എടുത്തിട്ടുണ്ട്. ഒരു കാര്യമില്ല. ഒരുപാട് സമാനമായ വിഷയങ്ങൾ അപ്പുറത്തുണ്ടായിരുന്നു. ആ വിഷയത്തിൽ എന്താണ് ആ പാർട്ടി ചെയ്തതെന്നുള്ള കാര്യം പൊതുസമൂഹത്തിന് മുന്നിലെടുക്കും. മുകേഷ് ഞങ്ങളുടെ പാർട്ടി മെമ്പർ പോലും ആയിരുന്നില്ലല്ലോ. വെറുതെ അതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യം. MLA ആണ് അത് പറഞ്ഞല്ലേ. അന്നേരം തന്നെ ഞാൻ പറഞ്ഞല്ലോ MLA സംബന്ധിച്ചുള്ള കാര്യം അത് പറഞ്ഞാൽ അത്. അപ്പോ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കും. രാഹുലിൻ്റെത് ഇത്തിരി തീവ്രത കൂടി നിൽക്കുന്ന ഭയങ്കര തീവ്രം. ചേച്ചിയുടെ കണ്ണുവരെ അടിച്ചു പോയ തീവ്രത ഉണ്ട്. പക്ഷെ മുകേഷിൻ്റെത് താരതമ്യേന തീവ്രത വളരെ കുറഞ്ഞതാണെന്നാണ് ചേച്ചിയുടെ ഒരു അനുമാനം. ഇവിടെ പാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞത് CPM-നെയും LDF-നെയും ഉദ്ദേശിച്ചാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ഈ അഭിപ്രായമുള്ള നേതാക്കളും എല്ലാം ആലോചിക്കേണ്ട ഒരു കാര്യം, അവർക്ക് പെൺമക്കളില്ലേ, ഭാര്യമാരില്ലേ? ഈ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ? രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങൾ അന്നേനെ പുറത്താക്കി. ആ ചാപ്റ്റർ ഞങ്ങൾ അന്നേ ക്ലോസ് ചെയ്തു. അതിന്റെ പേരിൽ ഇപ്പോഴും ഞങ്ങൾ ഉപദേശിക്കാൻ വരുന്നവര് അവരുടെ ജനപ്രതിനിധികളെയാണ് ആദ്യം മാതൃക കാണിക്കേണ്ടത്. മനുഷ്യനായി കഴിഞ്ഞാൽ അത് പീഡനമെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ. മുകേഷ് നടത്തിയത് പീഡനമാണെന്ന് ഇതുവരെ നമ്മൾ അംഗീകരിച്ചിട്ടില്ല. നമ്മളെന്ന് പറയുമ്പോൾ പാർട്ടി കോടതി. എന്താ മുകേഷിന് എന്താ പ്രത്യേകിച്ച് വലിയ മാന്യത വല്ലതും ഉണ്ടോ? രണ്ടും ചെയ്ത പ്രവൃത്തി ഒന്നും തന്നെയാണ്. രണ്ടും സ്ത്രീകളുടെ മേലെയുള്ള കളി ആര് കളിച്ചാലും ശരിയല്ല. അത് മുകേഷ് ആണെങ്കിലും മാങ്കൂട്ടാണെങ്കിലും. ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്തിനു വേണ്ടിയാ? അത് ആ ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്, അതിന്റെ നടപടികൾ അതിന്റെ വഴിക്ക് പോയിട്ടുണ്ട്. ഇപ്പോഴെന്തിനാ അത് പറയുന്നത്? ആ കുറ്റവാളിയെ രക്ഷിക്കാനല്ലേ, ഈ തെറ്റുകൾ ന്യായീകരിക്കാനല്ലേ? ഒരു ചൊറിച്ചിൽ ബസ്സിലിരുന്നേന്റെയാ. Mukesh is a very abusive ആണ്, ഭയങ്കര അബ്യൂസീവ്, ക്യാരക്ടർലെസ് പേഴ്സൺ. ഹി ഡസന്റ് റെസ്പെക്ട്. പെണ്ണുങ്ങളും പറഞ്ഞാൽ റെസ്പെക്റ്റ് ഇല്ല, ഒട്ടുമില്ല. ലൈംഗിക പീഡനം മാത്രമല്ല, ശാരീരിക പീഡനങ്ങൾ. അവസാനം സ്വന്തം മക്കളെ ഹോസ്റ്റലിൽ കൊണ്ട് വിടേണ്ട വന്ന ഒരമ്മയുടെ അവസ്ഥ. സ്ത്രീകളെ ഒരു തരത്തിലും റെസ്പെക്ട് ചെയ്യാത്ത ഒരാളാണ് മുകേഷ് എന്ന് അവർ തുറന്നു പറഞ്ഞായിരുന്നു. അത് പീഡനമെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇവരിതുവരെ ഇതൊന്നും അംഗീകരിച്ചിട്ടില്ല കേട്ടോ. ആ ചരിത്രമൊന്നും ആവർത്തിക്കേണ്ട കാര്യമില്ല. സമാനമായ കേസിൽപ്പെട്ട മുകേഷ് MLA-ക്കെതിരെ ഒരു നടപടിയും CPM എടുത്തിട്ടില്ല. രാഷ്ട്രീയവും സിനിമയും ഒരുപോലെയാണ്. സിനിമക്ക് സിനിമയുടേതായിട്ടുള്ള ചില പ്രത്യേകതകളും കാര്യങ്ങളും ഉണ്ട്. അത് സിനിമയാണ്, ഇത് രാഷ്ട്രീയമാണ്. കുട്ടേട്ടൻ്റെ ഒരു ഫോട്ടോ തരുമോ? എന്തിന്? പേഴ്സിൽ വെക്കാനാ. സ്ത്രീകളുടെ മാനം മുകേഷ് ചെയ്ത പ്രവൃത്തിയുടെ സ്ത്രീക്ക് മാനമുണ്ട്. എല്ലാ സ്ത്രീകൾക്കും മാനവും മര്യാദയുണ്ട്. അതിനെതിരായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചാൽ ഞങ്ങൾ പ്രതിരോധിക്കും. ഇത് ആരോപണമല്ലോ, വസ്തുതാപരമായ തെളിവുകൾ ലോകത്തിന്റെ മുമ്പിൽ നിരന്നിരിക്കുകയാണ്. പക്ഷെ അവിടെ അന്ന് ആരോപണങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ഗണേശൻ ചേട്ടൻ ഇറങ്ങി ഓടണോ, അവിടെ നിൽക്കണോ, ആരുടെയെങ്കിലും കയ്യിലോട്ട് ബോധം കെട്ട് വീഴണോന്നൊന്നും അറിയില്ല. നിന്റെയൊക്കെ തോന്നിയാസം ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. അന്ന് വന്നത് ആരോപണം മാത്രം. അതാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. മനസ്സിലായി. ആരോപണമല്ലല്ലോ ഇത്. ഒരു മനുഷ്യൻ തന്നെ രണ്ടാണ്. ഒരേ ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നു. ആ മനുഷ്യൻ നമ്മൾ കാണുന്ന മനുഷ്യനുമാണ്, നമ്മൾ കാണാത്ത മനുഷ്യനും ചേർന്നതാണ് ഒരു മനുഷ്യൻ. അല്ലല്ല, പറയാൻ പാടില്ല. എല്ലാ ദിവസവും ഓരോ ആരോപണങ്ങളല്ലേ. അപ്പൊ ആരോപണങ്ങളൊക്കെ രാജിവെച്ച് പോയിരുന്നെങ്കിൽ എന്താണ്? അതെല്ലാം മറുപടി കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്.
സ്നേഹം കൊടുക്കാൻ രാഹുലിന് മാത്രമല്ല ഞങ്ങൾക്കും കഴിയുമെന്ന് ഇതിനു മുമ്പേ തെളിയിച്ച ആളുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ട് രാഹുലിലേക്ക് വരുന്നതല്ലേ അതിന്റെ ഒരു ശരി. നിങ്ങൾ അസംബന്ധ ചോദ്യമാണ്. അസംബന്ധ ചോദ്യത്തിന് അസംബന്ധ ഉത്തരം പറയാൻ ഞാനില്ല. എല്ലാ കാര്യത്തിലും ന്യായം മാത്രം സംസാരിക്കുന്ന മിയാസ്റ്റർ ഈ പറഞ്ഞത് ശരിയായില്ല. ആരോപണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറ്റപത്രം അത് കോടതി തെളിയിക്കട്ടെ. അത് കുഴപ്പമില്ല, നമുക്ക് അപ്പൊ ആലോചിക്കാം. മറ്റവരുടെയൊക്കെ കാര്യം കോടതി തെളിഞ്ഞു കഴിഞ്ഞ് രാജ്യയുടെ കാര്യം ആലോചിക്കാം. പക്ഷെ ഇവന്റെ കാര്യം ഇപ്പോഴേ തീരുമാനം ആക്കണല്ലേ. ഇത് പുതിയ കീഴ്വഴക്കം ഇങ്ങനെ ഒരു സംഭവം ഇതിന് മുമ്പ് എപ്പം ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ ഉണ്ടോ? ലോകത്തിനുണ്ടായത് എനിക്കറിയില്ല. ഇവിടെ കേരളത്തിൽ ഇതേവരുണ്ടായിരുന്നു. ഇനി ആരോപണമായിട്ട് ഒരു കടലാസ് വന്നതല്ല. അപ്പൊ ലോകം മുഴുവൻ ഗണേശൻ ചേട്ടൻ ആരുടെ മുഖത്തോട്ട് നോക്കണം, മണൽത്തരി എണ്ണണോ നക്ഷത്രം എണ്ണണോ എന്നൊന്നും ഒരു പിടിയില്ല. ഇങ്ങനെ അടുത്ത് അതിനെ പിടിച്ച് നിർത്തിക്കൊണ്ട് സെൽഫ് ട്രോൾ വേണ്ടായിരുന്നെന്നാ. കേരളത്തിന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് എല്ലാ സ്ഥലത്തും അങ്ങനെയാ പറഞ്ഞു. കേരളത്തിന്റെ അഭിപ്രായം അതാണെന്നും, അല്ലാണ്ട് ഞാൻ എന്റെ പാർട്ടിയുടെ അഭിപ്രായ രീതിയിൽ മാത്രമല്ല ഞാൻ പറഞ്ഞത്. മോഷണ കുറ്റത്തിന് ജയിലിൽ കിടക്കുന്നതിനെതിരെ നടപടിയെടുക്കില്ല എന്ന് പറഞ്ഞ പാർട്ടിയാണ് CPM. എന്നിട്ടാണ് ഇവന്ന് വലിയ വർധനം പറയുന്നത്. ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ട അമ്പലക്കള്ളന്മാരായ 2 CPMകാർ ജയിലിൽ കിടന്നിട്ട് അവരെ ഇതുവരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. CPM പാർട്ടി ഇതുവരെ അവരെ തള്ളി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിപ്പോ തീരുമാനിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞില്ലേ, അത് വരട്ടെ, അന്വേഷണത്തിന് പൂർത്തിയായി വരൂലേ. ഇപ്പൊ എല്ലാം ഇപ്പം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കല്ലേ. ചോദ്യം ചെയ്ത് പൂർത്തിയാവുമല്ലോ. നമുക്ക് നോക്കാം നിങ്ങളിതിനെ ഭയപ്പെടുന്നതെന്ന്. ഞാനല്ലേ പറയുന്നത്, ഉറപ്പായിട്ടുള്ളൊരു കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞത്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഈ വിഷയങ്ങൾ കൊണ്ടൊക്കെ ആ അമ്പലക്കുള്ള കേസങ്ങ് മറക്കാമെന്ന് വെച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല. പരീക്ഷകള് നോക്കി നടത്തേണ്ട മുതൽ കട്ടുമുടിക്കുന്നോടാ. കോൺഗ്രസ് പാർട്ടി ഇനി ഒന്ന് അതപ്പതിക്കാനില്ല. അതിന്റെ നാശത്തിന്റെ വക്കിലാണ്. നാശത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടികളോട് ശരിയായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയേണ്ടതായിരുന്നു. പക്ഷേ അവരിൽ ഒരു വിഭാഗം എങ്ങനെയാണ് ഇത്തരം ഒരാളുകളെ പൊതുരംഗത്ത് അവതരിപ്പിക്കുക? രാഷ്ട്രീയത്തിന്റെ മൂല്യത്തകർച്ചയിൽ ഇത് കാണിക്കുന്നത്. അധികം നിന്ന് വാചകം അടിച്ച നിന്റെ അണ്ണാക്കിൽ ഞാൻ 12 ഒരു ഒഴിക്കും. ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം തന്നെ ആക്ഷൻ എടുത്തു. ഇത് സ്വർണം കട്ട കള്ളന്മാരും മറ്റേ കള്ളന്മാരും എല്ലാം കൂടിയിട്ട് വന്നിട്ട് ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ വരണ്ട. നടപടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കേസുകൾ പ്രതിയാകുന്ന ഒരാളെയും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം CPMനില്ല. ഞങ്ങൾക്ക് ഇതിന്റെ അകത്ത് എന്താ ഭയപ്പെടാനുള്ളത്? അമ്പലക്കൊള്ളക്കാരോട് കടക്ക് പുറത്ത് നിന്ന് ജനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ അത് നിങ്ങളുടെ ദുസ്വപ്നമാണ്. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. സാർ ഇതിനൊരു കപ്പിത്താനുണ്ട്. എനിക്കിങ്ങനെ എന്നെ പുകഴ്ത്തി പറയുന്നത് എനിക്കത്ര ഇഷ്ടമല്ല. അതെന്താ എന്താണെന്നറിയില്ല. അപ്പൊ കുറച്ചു കാലമായിട്ട് അങ്ങനെയാ. അമ്പലക്കൊള്ളക്കാരോട് കടക്ക് പുറത്ത് നിന്ന് ജനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് പുറത്താക്കിയിട്ട് ഞങ്ങൾ അടങ്ങും. അതിന് ധൃതിപ്പിടിച്ച് ഇപ്പൊ തന്നെയാണ് രാഹുൽ മാക്കൂട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്തോളെന്ന് പറഞ്ഞാൽ അതിലൊന്നും CPMനെ കിട്ടൂല. എന്തൊരാളുകളാ ഭഗവാനായത്. ഞങ്ങൾ പുറത്താക്കിയ ഒരാളെ അയാളെ എവിടെ പോയാലും കണ്ടുപിടിക്കേണ്ട പോലീസല്ലേ. അവനവന് കഴിവില്ലാത്തതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കോൺഗ്രസ് സഹായിച്ചില്ല ഒഴിവ് പോകാൻ പറ്റുമോ? കോൺഗ്രസ് ഒളിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഗോവിന്ദ മാഷല്ല എന്റെ മാതൃക. നിങ്ങളെല്ലാം കൂടിയല്ലേ സംരക്ഷിക്കുന്നതെന്നും. അല്ലെങ്കിൽ നിങ്ങൾ പരിശോധിച്ചാൽ കിട്ടൂലേ രാഹുലിനാ? ഞാൻ പിന്നെ പോലീസ് എന്താ പോലീസിന്റെ കാര്യം? അവർ പോയിട്ട് പിടിച്ചോട്ടെ. ഞങ്ങളെ ഒളിപ്പിച്ച് വെച്ചാൽ പോലീസ് പിടിക്കാതിരിക്കും. പോലീസിന് ഒരു പരിമിതി ഉണ്ടാവും. ആരോ കിട്ടിയിട്ടുണ്ടാവില്ല. പോലീസ് പിടിക്കൊന്നും വിചാരിക്കാം. അതിന് പിന്നെ വിഷമിക്കണ്ട. അത് മാത്രം നീ പറയരുത്. കളവ് കേസിൽ ജയിലിൽ കിടക്കുന്ന പ്രതികളെ സംരക്ഷിക്കുന്ന CPMന്റെ സമീപനമല്ല കോൺഗ്രസിന്റേത്. കിട്ടിയല്ലോ. ഞങ്ങൾ മാതൃകാപരമായ നടപടി സ്വീകരിച്ചു. കോൺഗ്രസ് ഇങ്ങനെയൊന്നും തീരുമാനിക്കുമെന്ന് അവരൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അവരെ ആഗ്രഹിച്ചത് ഇത് തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെ ഇത് എല്ലാ ദിവസവും ലൈവായിട്ട് നിർത്താം. അതിന്റെ ശബരിമലയിലെ കൊള്ള അത് ചർച്ചയിൽ നിന്ന് ഒഴിവാക്കുക. ഒരു പ്ലാനോ ഞങ്ങൾക്ക് എന്തിനാ അങ്ങനെ പ്ലാൻ ചെയ്യേണ്ട കാര്യം? കിട്ടുന്ന വേഗം തന്നെ പിടിക്കുന്നതായിരിക്കൂലേ സ്വാഭാവികമായിട്ടും പോലീസ് ആഗ്രഹിക്കുക. എവിടെയാണ് പിടിക്കേണ്ട പോലീസിന്റെ ചുമതല? അവനവന്റെ കഴിവുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര ഗുരുതരമായ സ്ത്രീ പീഡനമാണ്. സ്ത്രീകളെ മുഴുവൻ അവമാനിക്കുന്ന നിലപാടല്ലേ സ്വീകരിച്ചത്? ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിട്ട് എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് അതിനെ ന്യായീകരിക്കാൻ സാധിക്കുന്നത്? വാട്സാപ്പിൽ കൂടി അശ്ലീല ചിത്രം അയച്ചതിന്റെ പേരിൽ ഏരിയ സെക്രട്ടറിന്ന് സ്ഥാനത്ത് നിന്ന് പാർട്ടി മാറ്റിയവൻ വീണ്ടും സ്ഥാനാർത്ഥിയാണ്. അതിനെപ്പറ്റിയൊക്കെ ഒന്ന് അന്വേഷിക്കും. നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പുറത്തെടുക്കും. കോൺഗ്രസിലെ ഒരു വിഭാഗം നല്ല പോലെ രാഹുൽ മാക്കൂട്ടത്തിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും സംരക്ഷണം നൽകുന്നു, ഒളിപ്പിക്കുന്നു എന്നുള്ളത് കൂടി. നിങ്ങൾക്കിത് ഇപ്പം തീർത്തേ പറ്റുള്ളൂ എന്നാണോ ഉള്ളത്? ഒരു പാർട്ടിയല്ല ഞങ്ങളുടെ ഒരു പാർട്ടി. മറ്റ് പാർട്ടികൾ നടപടിയെടുത്തിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇത് ഗൗരവമുള്ളതാണ്. ഞങ്ങൾ കാണുന്നതുകൊണ്ടാണ് ഈ ഗൗരവപരമായ കാര്യം ഞങ്ങൾ ഗൗരവപരമായി മുന്നോട്ട് പോകും. ഞാനിതിപ്പോൾ 6ാമത്തെ തവണയാണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നത്. നീ കിന്നാരൊന്നും പറയണ്ട, പറയണത് കേട്ടാ മതി. ഞാൻ കടക്ക് പുറത്തെന്ന് പറയുന്നൊരു
നേതാവല്ല. മാധ്യമപ്രവർത്തകർ വന്നാൽ അടിച്ചു ചാടിക്കുന്ന നേതാവല്ല. നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ മാറിപ്പോകുന്ന ഒരു നേതാവുമല്ല. മര്യാദക്ക് ഉത്തരം പറയുന്ന, പക്ഷേ ജനാധിപത്യ മര്യാദ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം മാത്രമേ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല കൂട്ടാ. ഇതൊന്നും കൊണ്ട് ശബരിമലയിലെ കൊള്ള അതും മറച്ചു പിടിക്കാൻ വേണ്ടി ഇതൊരു 10 പ്രാവശ്യം ചോദിച്ചാലൊന്നും കാര്യമില്ല. ഇങ്ങനെയുണ്ട് ഒരു ജന്മം. ജയിലിൽ കിടക്കുന്ന കളവ് കേസിലെ പ്രതികളെ CPM ഒതിഞ്ഞ് സംരക്ഷിക്കുന്ന പാർട്ടിയാണ്, ഒതിഞ്ഞ് സംരക്ഷിക്കുകയാണ്. എനിക്ക് നേരത്തെ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. സ്ത്രീയെ അവരുടെ സമ്മതം കൂടാതെ കേവലമായി ഉപഭോഗ വസ്തുവായി ആര് കണ്ടാലും അത് തെറ്റാണ്, അന്യായമാണ്. റേപ്പ് കേസിലെ പ്രതിയെ സംരക്ഷിക്കുന്നവരാണ് ഈ വർത്തമാനം വന്ന് ചോദിക്കുന്നത്. ഇനി ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ അവകാശമില്ല. രാജിവെക്കുന്നതാണ് നല്ലത്, രാജിവെപ്പിക്കുന്നതാണ് നല്ലത് എന്ന് തന്നെയാണ്. വന്ന പരാതി CPM ഒക്കെ ചെയ്യുന്ന പോലെ പാർട്ടിക്കകത്തെ സംവിധാനത്തിലേക്കല്ല DGPക്കാണ് അയച്ചിട്ടുള്ളത്. ഇനി ലീഗലായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെയാണ് പറഞ്ഞത് ഗോവിന്ദ മാഷല്ല എന്റെ മാതൃക.